ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരോപകാരി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ മക്തി തങ്ങൾ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാണ്? കെ ദേവയാനി. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥ ഏത്? ആത്മകഥ. KR ഗൗരിയമ്മയുടെ ആത്മകഥ ഏത്? അതും ആത്മകഥ തന്നെയാണ്. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ദിവ്യകോകിലം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. മനസ്സാണ് ദൈവം ആരുടെ വാക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. വിവേകാനന്ദ സന്ദേശം എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആത്മാനന്ദ സ്വാമി. ഖിലാഫത്ത് സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ബി കല്യാണിയമ്മ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ട വർഷമേത്? 1974 സെപ്റ്റംബർ. തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച വർഷം ഏത്? 1963 നവംബർ 21. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ? ചെന്നൈ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാക്കി മാറ്റിയ തുമ്പയിലെ ക്രിസ്ത്യൻ പള്ളി ഏതായിരുന്നു? സെന്റ് മേരി മഗ്ദലീന പള്ളി. ഏത് വിഭാഗത്തിൽപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം? മടക്കുപർവ്വതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഹിമാലയം. ശൈത്യകാല വർഷം ഗുണകരമായ കാർഷിക വിള ഏത്? ഗോതമ്പ്. ദേശീയ ക്ഷീരവികസന ബോർഡ് സ്ഥാപിതമായ വർഷം? 1970. ബ്രിട്ടനിലെ സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ഉരുക്കുശാല ഏത്? ദുർഗാപൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്? കണ്ണൂർ. കണ്ണൂരിൽ എവിടെയാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം? ആറളം. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം? താവക്കര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല? കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? കണ്ണൂർ. കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേര്? മലബാർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് ഏതു ജയിലിലാണ്? കണ്ണൂർ. എവിടെ വെച്ചാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള അന്തരിച്ചത്? കണ്ണൂർ. 1916 അന്തരിച്ചത്. കേരളത്തിൽ കശുവണ്ടി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല? കണ്ണൂർ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.